ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിലെ എല്ലാ കൂട്ടുകാർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ശരിക്കും പറഞ്ഞ് നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ എന്താണ് അവകാശം? അനേകം ആളുകൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഇന്ന് പലരെയും മുന്നോട്ട് നയിക്കുന്നത് ഞാനെന്ന ഭാവവും സ്വന്തം കാര്യവും മാത്രമാണ്. നമ്മുടെ വിഷമത്തിൽ വാക്കുകൊണ്ടെങ്കിലും ആശ്വാസം പകർന്നവരെ ഒരു കാലത്തും മറക്കാതിരിക്കുക. നമ്മൾ എത്ര ഉന്നതരായി തീർന്നാലും അതുപോലെ ഏതവസ്ഥയിലാണെങ്കിൽ പോലും നമ്മുടെ പരിമിതികളും പരിധികളിലും നിന്നുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ തീർച്ചയായും നമുക്കാവും. ആ ഒരു സന്ദേശമാണ് ഇന്നത്തെ ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈസ്റ്ററൊക്കെ ആയിട്ട് ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വറുത്തരച്ച കോഴിക്കറിയാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് എന്തൊക്കെ കുറവുകളുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ ചെറിയ പീസാക്കിയത് 1 കിലോ, ചെറിയ ഉള്ളി 1 കപ്പ്. ചെറിയ ഉള്ളി മാത്രമായിട്ട് എടുക്കണമെന്നില്ല, വേണമെങ്കിൽ കുറച്ചുള്ളിയും കുറച്ച് സവാളയുമായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. പച്ചമുളക്, പിന്നെ തക്കാളി 2 എണ്ണം അരിഞ്ഞു വയ്ക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഇനി വറുക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പീര 1 കപ്പ്, 3-4 ചെറിയ ഉള്ളി, ഇത് വറുക്കാനായിട്ടാണ്. ഇനി ഉണക്കമുളക് 5 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ ഉണക്കമുളകിൻ്റെ എണ്ണം കുറച്ച് കൂട്ടിയെടുക്കാം. കറിക്ക് നല്ല നിറം കിട്ടാനായിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇനി മസാലയ്ക്കായിട്ട് ഗ്രാമ്പൂ 4 എണ്ണം, പട്ട 1 എണ്ണം, പെരുംജീരകം 1/2 ടീസ്പൂൺ. ഇപ്പോൾ ഞാനിവിടെ മസാല പൊടിച്ച് വെച്ചിരിക്കുകയാണ്, അത് 1 ടീസ്പൂൺ മതിയാകും. കറിവേപ്പില 1 ഇതള്. തേങ്ങാപ്പീര നമുക്ക് ചെറുതീയിൽ വറുത്തെടുക്കുക. ഇതിലേക്ക് ഉണക്കമുളക്, ഉള്ളി ചേർക്കുക. ഇപ്പോൾ മസാല പൊടിച്ചതാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ തേങ്ങാപ്പീര മുരിഞ്ഞതിന് ശേഷം മാത്രം ചേർക്കുക. അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ പട്ടയും ഗ്രാമ്പൂവും പെരുംജീരകവും ഒക്കെ ചേർക്കുക. കറിവേപ്പില ചേർക്കണം, മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഒരൽപ്പം കൂട്ടിയ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും, അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ കടുകിടാം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാം. ഞാനിവിടെ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി, കറിവേപ്പില ഇവ ആഡ് ചെയ്യുക. ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് വഴറ്റുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പീര ഒന്ന് വറുത്തത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മസാലക്കൂട്ട് ചിക്കനിൽ പിടിക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് ഇളക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ്റെ അതേ നിരപ്പിൽ വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാം. നമ്മൾ എന്ത് കറിയാണെങ്കിലും വേവിക്കുന്ന സമയത്ത് ഉപ്പ് അല്പം കുറച്ചു മാത്രം ചേർക്കുന്നതാണ് നല്ലത്. പാകമായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നന്നായി തിളച്ച ശേഷം നമുക്ക് തീയൊന്ന് സിമ്മിലിട്ട് 15-20 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ വീഡിയോ പാചകം അറിയാത്ത എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അവരോട് ചില കാര്യങ്ങൾ കൂടി പറയാനുള്ളത്: നമ്മൾ ഓരോ കറിയും വെക്കേണ്ട രീതി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണക്കമുളക് ഉണ്ടാകില്ല, അതിന് പകരം മുളക് പൊടിയായിരിക്കും, അല്ലെങ്കിൽ പച്ചമുളകായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസപ്പെടുത്തുക.
അങ്ങനെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പാചകം ശരിക്കും പറഞ്ഞൊരു കലയാണ്. ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ വിഭവങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിനായി നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് വീട്ടിലെന്തെങ്കിലും വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനോടായിട്ട് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.